ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? നമ്മൾ രാവിലെ തന്നെ ബർദുബായിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് പോവുകയാണ്. ദുബായിൽ സമ്മർ സീസൺ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അൽ ഫഹീദി സ്ട്രീറ്റ്. ദുബായിൻ്റെ ട്രഡീഷണൽ രീതിയിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാം. അമ്പലത്തിൻ്റെ അടുത്തുള്ള മ്യൂസിയത്തിൻ്റെ റിനോവേഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബർദുബായിലുള്ള ഈ ടെമ്പിൾ 1958 കെട്ടിയത്. അതിൽ ശിവക്ഷേത്രവും ഗുരുദ്വാരയൊക്കെ പൊളിച്ചു. ഇപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രം മാത്രമേ അവിടെയുള്ളൂ. ബർദുബായ് എന്ന് പറയുന്നത് ഷോപ്പിംഗ് വേൾഡാണ്. എല്ലാത്തര ക്ലോത്ത് മെറ്റീരിയൽ, ടെക്സ്റ്റൈൽ മെറ്റീരിയലൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അമ്പലം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി കുക്കിംഗ് ഉണ്ട്, പിന്നെ പാക്കിങ്ങുമുണ്ട്. ജോർജിയയുടെ ക്യാപിറ്റലായ ടിബിലിസിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള പാക്കിങ്ങാണ് ഇതെല്ലാം. ഇന്നത്തെ ഡിന്നർ പ്രിപ്പറേഷൻ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ഷാർജ എയർപോർട്ടിൽ നിന്നാണ് ടിബിലിസിയിലേക്ക് പോകുന്നത്. സൺറൈസ് സമയത്ത് ദുബായിലെ ബിൽഡിങ്ങുകളൊക്കെ കാണാനൊരു നല്ല ഭംഗിയാണ്. ഷാർജ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമൊക്കെ ഫുൾ ഗ്രീനറിയാണ്. നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാൻ. ഷാർജ എയർപോർട്ടിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ഒന്ന് നമുക്ക് കാണാം. ഞാൻ യാത്ര ചെയ്ത ഫ്ലൈറ്റിൽ നല്ല റഷായിരുന്നു. നിറച്ചും ടൂറിസ്റ്റുകളായിരുന്നു. UAE ചൂടിൽ നിന്ന് ഒരു റിലീഫിന് വേണ്ടി ടിബിലിസിയിലേക്ക് വന്നതാവാം. ഇവിടുത്തെ ക്ലൈമറ്റ് നോർമലാണ്. സേഫ് ജേണിയും സേഫ് ലാൻഡിങ്ങുമായിരുന്നു. ടാക്സിയിൽ കയറിയപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു. കുറേ ദൂരം വരെ നല്ല ഹെവി റെയിൻ ആസ്വദിക്കാൻ എനിക്ക് പറ്റി. ഇനി നമുക്ക് ടിബിലിസിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഇപ്പോൾ സമ്മർ സീസണായി, പക്ഷേ എല്ലാ ദിവസവും മഴ പെയ്യും. അതുകൊണ്ട് ക്ലൈമറ്റ് വലിയ ചൂടുള്ളതായി ഫീൽ ചെയ്യുകയില്ല.
വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഞാൻ കുട്ടികൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവിടെ എത്തി. വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണത്. ഇവിടുത്തെ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകളാണ് സ്ട്രോബെറി, ബെറീസ്, പലതരം ചെറികൾ, റെയിൻ ചെറീസ്, യെല്ലോ, ഓറഞ്ച്, അങ്ങനെ കുറേ കളേഴ്സിലുള്ള ചെറികൾ, ഗ്രീൻ കളറിലുള്ളത് പ്ലമ്മാണ്. ഇതെല്ലാം ആണ് ഈ സമ്മർ സീസണിൽ ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ. ഇതൊക്കെയാണ് ഒരു ചെറിയ ട്രാവൽ വ്ളോഗ് വിശേഷങ്ങൾ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയ ജോർജിയൻ വിശേഷങ്ങളുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.